നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗമ്യമായ മുഖഭാവവും മൃദുവായ സംഭാഷണ രീതിയും ശുദ്ധമനസ്കരുമായിരിക്കും. ഇവർ ഈശ്വരഭക്തിയുള്ളവരും ഗുരുഭക്തിയുള്ളവരുമായിരിക്കും. നല്ല വാചാലതയും സൽഗുണങ്ങളും ഒത്തുചേർന്നവരാണെങ്കിലും ഇവരുടെ ഹൃദയരഹസ്യം ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ കാലം അടുത്തിടപഴകുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. മിക്കവരുടെയും മുഖത്തോ അരക്കെട്ടിലോ ഒരു മറുക് അടയാളം കാണപ്പെടാം. മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ ഇവർ ആഗ്രഹിക്കുന്നവരല്ല. നീതിയും ആത്മാർത്ഥതയുമുള്ളവരായിരിക്കും. ഇങ്ങനെയുള്ള സന്മനോഭാവം കൊണ്ട് ഇവർക്ക് പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും സംഭവിക്കാവുന്നതാണ്. ഒന്നിനെയും വകവച്ചു കൊടുക്കുകയോ ആരെയും വിശ്വാസത്തിലെടുക്കുകയോ ചെയ്യുന്ന സ്വഭാവക്കാരല്ല. അങ്ങനെ വിശ്വാസം തോന്നിപ്പോയാൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ വിനീതരും സംസ്കാരചിത്തരുമായിരിക്കും. എങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ തണ്ടന്മാരെന്ന് തോന്നലുണ്ടാക്കും. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. മറ്റുള്ളവർ ഇവരെ പ്രശംസിക്കുന്നത് ഇവർക്ക് സന്തോഷപ്രദമായിരിക്കും. ഇവർ പൊതുവെ എടുത്തുചാട്ടക്കാരല്ല. കാര്യമായി ആലോചിച്ചു മാത്രമേ ഒരു കാര്യത്തിൽ ഇടപെടുകയുള്ളൂ. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഒന്നും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരായിരിക്കത്തില്ല. ഇവർ ചെറുപ്പം മുതലേ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരുന്നവരായിരിക്കും. അതിനാൽ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കും. മുൻകോപികളാണെങ്കിലും തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നീട് പശ്ചാത്തപിക്കും. കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും നിലനിർത്തണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ മാന്യത പുലർത്തണമെന്നുമുള്ള നിർബന്ധബുദ്ധി ഇവർക്ക് പ്രധാനമായിരിക്കും. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഈ നാളുകാർ വളരെയധികം സൂക്ഷിക്കണം. ആത്മാർത്ഥതയുള്ള ആൾക്കാരുമായല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് പരാജയമായിരിക്കും. ഇവർക്ക് ആർശസ്, രക്തവാതം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. 38 വയസ്സ് കഴിഞ്ഞായിരിക്കും ഇവർ എല്ലാ രംഗങ്ങളിലും വിജയിച്ചു കാണുന്നത്. ഉത്രാടം നാളുകാർക്ക് സംതൃപ്തകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും. ഭർത്തൃസ്നേഹമുള്ള ഐശ്വര്യവതികളെയായിരിക്കും ഇവർക്ക് ഭാര്യയായി ലഭിക്കുക. എന്നാൽ അധികം പേരുടെയും ഭാര്യമാരുടെ ആരോഗ്യനില അത്ര കണ്ട് തൃപ്തികരമായിരിക്കില്ല. ഇത് ഇവരുടെ സ്വൈര ജീവിതത്തെ കെടുത്തിക്കൊണ്ടിരിക്കും. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് ക്ലേശാനുഭവങ്ങളായിരിക്കും അനുഭവിക്കുക. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിശാലമായ നെറ്റി, അല്പം ഉയർന്ന മൂക്ക്, ചൈതന്യമുള്ള കണ്ണുകൾ, വെണ്മയുള്ള പല്ലുകൾ, ഭംഗി കുറഞ്ഞ മുടി, സാമാന്യം ദീർഘമായ ശരീരം, പ്രസന്നമായ മുഖം ഇവയെല്ലാമായിരിക്കും ഇവരുടെ ലക്ഷണം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആവശ്യമോ സന്ദർഭമോ നോക്കാതെ ഇവർ എന്തും വിളിച്ചു പറയും. താൻ പിടിച്ച മുയലിന് കൊമ്പ് രണ്ട് എന്ന പക്ഷക്കാരികളായിരിക്കും ഇവരിലധികവും. ഇവർ ആഡംബരപ്രിയരോ ദുരാഗ്രഹികളോ ആയിരിക്കില്ല. ഉത്രാടം നക്ഷത്രക്കാർക്ക് പറയപ്പെട്ടിട്ടുള്ള തണ്ട് ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ഭർത്താവിനെ കൊണ്ട് കൂടെ ഇവർക്ക് മനോദുഃഖം അനുഭവിക്കേണ്ടതായി വരും. പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യമുള്ളവരായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കില്ല. വായുക്ഷോഭം, ഗർഭാശയ രോഗം ഇവയൊക്കെ വന്നു ഭവിക്കാനിടയുണ്ട്.
എന്തും സഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. എങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും ഇവർക്കിത് പൊറുക്കാനാവില്ല. അവിട്ടം, പൂരുട്ടാതി, രേവതി, മകം, ചോതി ഈ നാളുകാരുമായി ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല. ആദിത്യദശയിലാണ് ജനനം. ദശാനാഥൻ സൂര്യനാണ്. തുടർന്ന് ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ, വ്യാഴദശ, ശനിദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ. ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.